നമസ്കാരം. ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. PSCയുടെ എല്ലാ എക്സാമുകളിലും ചോദ്യം വരുന്ന ഒരു മേഖലയാണ് ഇന്ത്യൻ ഭരണഘടന എന്നത്. ഇതിലെ ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യാൻ പോകുന്നത്. ഇത് LDC മെയിൻ എക്സാം സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ചും അതുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളുമാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. ഇപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് അതിൽ ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഒരു ജനാധിപത്യ രാജ്യത്തിലെ അടിസ്ഥാന നിയമസംഹിത എന്നറിയപ്പെടുന്നത് അവിടുത്തെ ഭരണഘടനയാണ്. ഇന്ത്യയിലെ പരമോന്നത നിയമം എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയാണ്. ഇന്ത്യയിൽ ഒരു ഭരണഘടന രൂപീകരിക്കണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരനാണ് MN റോയ്. എന്നാൽ ഈ ആശയം മുന്നോട്ട് വെച്ച ആദ്യ രാഷ്ട്രീയ പാർട്ടി സ്വരാജ് പാർട്ടിയാണ്. ഈ ആവശ്യങ്ങൾ കണക്കിലെടുത്ത് ഇന്ത്യയിൽ ഒരു ഭരണഘടന നിർമ്മിക്കണം എന്ന ഉദ്ദേശത്തോടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചു. ഇതിന്റെ ചുമതല ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുക എന്നതായിരുന്നു. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകൃതമായത് 1946 നവംബറിലാണ്. ഇതിന് കാരണമായ ദൗത്യം ക്യാബിനറ്റ് മിഷനാണ്. ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കുന്ന സമയത്ത് സഭയിൽ 17 വനിതകളടക്കം 389 അംഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. നാട്ടുരാജ്യങ്ങളുടെ എണ്ണം 93 ആയിരുന്നു. പിന്നീട് പാകിസ്ഥാൻ പ്രദേശത്ത് ഉൾപ്പെട്ട അംഗങ്ങൾ പിരിഞ്ഞു പോയതോടുകൂടി അംഗസംഖ്യ 299 ആയി. ഇതിൽ 15 വനിതകൾ ഉൾപ്പെടുന്നു. നാട്ടുരാജ്യങ്ങളുടെ എണ്ണം 70 ആയിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനം നടന്നത് 1946 ഡിസംബർ 9 11 മണിക്കാണ്. ഇതിൽ 207 പ്രതിനിധികളായിരുന്നു പങ്കെടുത്തിരുന്നത്. അവരിൽ 9 പേർ വനിതകളായിരുന്നു. ഈ സമ്മേളനം നടന്നത് പാർലമെന്റിന്റെ സെൻട്രൽ ഹാളിൽ വെച്ചായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയെ ആദ്യമായി അഭിസംബോധന ചെയ്ത് സംസാരിച്ചത് JB കൃപലാനി ആയിരുന്നു. അതുപോലെ തന്നെ പ്രഥമ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയായിരുന്നു. ഇനി നമുക്ക് ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട കുറച്ച് വ്യക്തികളെ പറ്റി മനസ്സിലാക്കാം. ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് പ്രേം ബിഹാരി നരേൻ റീസാദ ആയിരുന്നു. ഇതിന്റെ നക്കൽ തയ്യാറാക്കിയതും ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഉപദേശകനായും പ്രവർത്തിച്ചിരുന്നത് BN റാവു ആയിരുന്നു. അതുപോലെ തന്നെ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയത് നന്ദലാൽ ബോസും ഉപാധ്യക്ഷനായിരുന്നത് HC മുഖർജി, VT കൃഷ്ണമാചാരി എന്നിവരുമായിരുന്നു. ഭരണഘടനാ നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ 1946 ഡിസംബർ 9 ചുമതലയേറ്റിരുന്നു. പിന്നീട് 1946 ഡിസംബർ 11 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ സ്ഥിരം അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോൾ ജവഹർലാൽ നെഹ്റു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചു. അതായത് ജവഹർലാൽ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് 1946 ഡിസംബർ 13 ഭരണഘടനയിൽ 284 അംഗങ്ങളായിരുന്നു ഒപ്പുവെച്ചത്. ഈ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയായി മാറിയത് 1947 ആഗസ്റ്റ് 14 അർദ്ധരാത്രിയാണ്. ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തിരഞ്ഞെടുക്കുന്ന വ്യക്തി ഭരണത്തലവനായുള്ള രാജ്യത്തെയാണ് നമ്മൾ റിപ്പബ്ലിക് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യ റിപ്പബ്ലിക് ആയത് 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതും ഇന്ത്യ റിപ്പബ്ലിക് ആയതും ഒരേ ദിവസമാണ് 1950 ജനുവരി 26. 1929 ഡിസംബർ 31 അർദ്ധരാത്രി ലാഹോർ കോൺഗ്രസ് സമ്മേളനത്തിൽ വച്ച് പൂർണ്ണ സ്വരാജ് പാസാക്കുകയുണ്ടായി. ഈ പൂർണ്ണ സ്വരാജ് തീരുമാനത്തെ തുടർന്ന് 1930 ജനുവരി 26 ഇന്ത്യയുടെ 1ാം സ്വാതന്ത്ര്യ ദിനമായി ആഘോഷിച്ചിരുന്നു. ഇതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി തിരഞ്ഞെടുത്തത്. ഒരു നിയമനിർമ്മാണ സഭ എന്ന നിലയിൽ
അസംബ്ലി ആദ്യമായി സമ്മേളിച്ചത് 1947 നവംബർ 17 ഈ സമ്മേളനത്തിൽ വെച്ച് GV മാവലങ്കാറിനെ സ്പീക്കറായി തിരഞ്ഞെടുത്തു. ഇന്ത്യൻ ഭരണഘടന 1949 നവംബർ 26 സ്വീകരിക്കപ്പെട്ടത്. ഇത് 1935 ഇന്ത്യ ഗവൺമെൻറ് ആക്ടിന് പകരം ആയിരുന്നു. 1949 നവംബർ 26 സ്വീകരിക്കപ്പെട്ടെങ്കിലും 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നത്. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കാൻ 2 വർഷം 11 മാസം 18 ദിവസം സമയമെടുത്തു. എന്നാൽ PSCയിൽ 18 ദിവസം എന്നത് 17 ദിവസം എന്ന് കാണുന്നുണ്ട്. അന്ന് 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും 22 ഭാഗങ്ങളുമായിരുന്നു ഭരണഘടനയിൽ ഉണ്ടായിരുന്നത്. നിലവിൽ 470 അനുച്ഛേദവും 12 പട്ടികകളും 25 ഭാഗങ്ങളുമായി ഇത് വിപുലീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഓർത്തു വെക്കേണ്ട ചില വർഷങ്ങളും ഡേറ്റുകളും നോക്കാം. ഇവ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തത്, ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ച വർഷവും ഡേറ്റും. 1947 ജൂലൈ 22 ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ പതാകയെ അംഗീകരിച്ചത്. 1950 ജനുവരി 24 3 പ്രത്യേകതകളാണുള്ളത്. ഒന്നാമത്തത്, ദേശീയ ഗാനത്തെ അംഗീകരിച്ചു. ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗാനത്തെ അംഗീകരിച്ചത് 1950 ജനുവരി 24 ഇതേ ദിവസം തന്നെയാണ് ഭരണഘടനാ നിർമ്മാണ സഭ ദേശീയ ഗീതത്തെയും അംഗീകരിച്ചത്. മൂന്നാമത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അവസാന സമ്മേളനം നടന്നതും 1950 ജനുവരി 24 ഇനി നമുക്ക് ഭരണഘടനാ നിർമ്മാണ സഭയിലെ പ്രധാന കമ്മിറ്റികൾ ഏതൊക്കെയെന്നും അവയുടെ ചെയർമാൻ ആരായിരുന്നു എന്നുമൊക്കെ നോക്കാം. ഇതിൽ 11 കമ്മിറ്റികളെ പറ്റിയാണ് പറയുന്നത്, അവയുടെ ചെയർമാൻമാരെ പറ്റിയും. ഒന്നാമത്തത് മൗലികാവകാശവും ന്യൂനപക്ഷവും. ഇതിൻ്റെ ചെയർമാൻ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. രണ്ടാമത്തെ കമ്മിറ്റി മൗലികാവകാശ സബ് കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ ചെയർമാൻ JB കൃപലാനി ആയിരുന്നു. 3 മൈനോറിറ്റീസ് സബ് കമ്മിറ്റി. HC മുഖർജി ആയിരുന്നു ഈ കമ്മിറ്റി ചെയർമാൻ. 4 ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ അംബേദ്കർ ആയിരുന്നു. 5 യൂണിയൻ കോൺസ്റ്റിറ്റ്യൂഷൻ കമ്മിറ്റി. ഇതിൻ്റെ ചെയർമാൻ ജവഹർലാൽ നെഹ്റു ആണ്. ഇനി പറയാൻ പോകുന്ന 4 കമ്മിറ്റികളുടെയും ചെയർമാൻ ആയിരുന്നത് രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു. 6ാമത്തെ കമ്മിറ്റി സ്റ്റിയറിംഗ് കമ്മിറ്റി. 7ാമത്തെ കമ്മിറ്റി റൂൾസ് ഓഫ് പ്രൊസീജിയർ കമ്മിറ്റി. 8 അഡ്ഹോക് കമ്മിറ്റി ഓൺ ദി നാഷണൽ ഫ്ലാഗ്. 9 ഫിനാൻസ് ആൻഡ് സ്റ്റാഫ് കമ്മിറ്റി. ഈ 4 കമ്മിറ്റികളുടെയും ചെയർമാൻ ആയിരുന്നത് രാജേന്ദ്ര പ്രസാദ് ആണ്. 10ാമത്തെ കമ്മിറ്റിയാണ് ഓർഡർ ഓഫ് ബിസിനസ് കമ്മിറ്റി. ഇതിൻ്റെ ചെയർമാൻ KM മുൻഷി ആയിരുന്നു. 11ാമത്തെ കമ്മിറ്റി ഹൗസ് കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ ചെയർമാൻ പട്ടാഭി സീതാരാമയ്യ ആയിരുന്നു. ഈ 11 കമ്മിറ്റികളിലും ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഭരണഘടനാ നിർമ്മാണ സഭയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കമ്മിറ്റിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി. ഇതിനെപ്പറ്റി നമുക്ക് കുറച്ചുകൂടി വിവരങ്ങൾ മനസ്സിലാക്കാം. ഭരണഘടനയുടെ കരട് രൂപം സമർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചത്. ഈ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ നിയമിച്ചത് 1947 ആഗസ്റ്റ് 29 7 അംഗങ്ങളുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാനായിരുന്നത് BR അംബേദ്കർ ആണ്. BR അംബേദ്കറിൻ്റെ പ്രത്യേകതകളൊക്കെ നമുക്കറിയാം. ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് BR അംബേദ്കർ ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ 7 അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. 1ാമത്തെ അംഗം BR അംബേദ്കർ. 2ാമത്തത് KM മുൻഷി. 3ാമൻ മുഹമ്മദ് സാദുള്ള. 4 അല്ലാടി കൃഷ്ണസ്വാമി അയ്യർ. 5 N ഗോപാലസ്വാമി അയ്യങ്കാർ. 6 DP ഖെയ്താൻ. 7 BL മിത്തർ. ഖെയ്താനു പകരമായി TT കൃഷ്ണമാചാരിയും മിത്തറിനു പകരമായി N മാധവറാവുവും പിന്നീട് ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിൽ അംഗങ്ങളായിട്ടുണ്ടായിരുന്നു. ഭരണഘടനയുടെ കരട് കമ്മിറ്റിയിൽ നിന്നും രാജിവെച്ച അംഗമാരെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആൻസർ BL മിത്തർ എന്നാണ്. 2000
ഭരണഘടന പുനഃപരിശോധിക്കാനായി ഇന്ത്യ ഗവൺമെൻറ് ഒരു കമ്മിറ്റിയെ നിയമിക്കുകയുണ്ടായി. ഈ കമ്മിറ്റിയുടെ അധ്യക്ഷനായിരുന്നത് MN വെങ്കട ചെല്ലയ്യയാണ്. 2000 ഇന്ത്യ ഗവൺമെൻറ് നിയമിച്ച ഭരണഘടനാ പുനഃപരിശോധനാ കമ്മിറ്റിയുടെ അധ്യക്ഷൻ MN വെങ്കട ചെല്ലയ്യ ആണ്. ഇനി നമുക്ക് ഡോക്ടർ BR അംബേദ്കറിനെ പറ്റി ചില വസ്തുതകൾ മനസ്സിലാക്കാം. ഇദ്ദേഹം ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് അല്ലെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നൊക്കെ അറിയപ്പെടുന്നു. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ നിയമമന്ത്രിയായിരുന്നു ഡോക്ടർ BR അംബേദ്കർ. ലണ്ടനിൽ നടന്ന 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത ഇന്ത്യക്കാരനാണ് ഡോക്ടർ BR അംബേദ്കർ. ആധുനിക മനു, ആധുനിക ബുദ്ധൻ എന്നിങ്ങനെയൊക്കെ അറിയപ്പെടുന്നതും ഇദ്ദേഹമാണ്. 1990 മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന നൽകി രാഷ്ട്രം ഇദ്ദേഹത്തെ ആദരിച്ചു. അംബേദ്കറുടെ ചരമദിനമായ ഡിസംബർ 6 മഹാപരിനിർവാൺ ദിനമായി ആചരിക്കുന്നു. ലോകത്തിൻ്റെ ഏതു മൂലയിൽ പോയാലും ഒരു മലയാളിയെയെങ്കിലും കാണാൻ കഴിയുമെന്ന് പറയുന്നത് പോലെ ഭരണഘടനാ നിർമ്മാണ സഭയിലും മലയാളികളുടെ സാന്നിധ്യമുണ്ടായിരുന്നു. അവർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഭരണഘടനാ നിർമ്മാണ സഭയിൽ 3 വനിതകൾ ഉൾപ്പെടെ 17 മലയാളികളാണ് ഉണ്ടായിരുന്നത്. കേരളം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്ന് ഭരണഘടനാ നിർമ്മാണ സഭയിലുണ്ടായിരുന്ന മലയാളികളെ പറ്റിയാണ് പറയുന്നത്. തിരുവിതാംകൂറിൽ നിന്ന് 6 പേരും മദ്രാസ് സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്ന മലബാറിനെ പ്രതിനിധീകരിച്ച് 9 പേരും കൊച്ചിയിൽ നിന്ന് ഒരാളുമാണ് ഇന്നത്തെ കേരളം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ നിന്ന് ഈ സഭയിൽ ഉണ്ടായിരുന്നത്. എന്നാൽ മലയാളിയായ ജോൺ മത്തായി യുണൈറ്റഡ് പ്രൊവിൻസിനെയായിരുന്നു പ്രതിനിധീകരിച്ചത്, അതായത് ഇന്നത്തെ ഉത്തർപ്രദേശ്. ഇനി നമുക്ക് ഈ 17 മലയാളികൾ ആരൊക്കെയാണെന്ന് നോക്കാം. തിരുവിതാംകൂറിൽ നിന്ന് പട്ടം താണുപിള്ള, R ശങ്കർ, PS നടരാജപിള്ള, PT ചാക്കോ, ആനി മസ്ക്രീൻ, KA മുഹമ്മദ് എന്നിവരായിരുന്നു ഉണ്ടായിരുന്നത്. കൊച്ചിയിൽ നിന്ന് P ഗോവിന്ദമേനോൻ, മദ്രാസിൽ നിന്ന് അമ്മു സ്വാമിനാഥൻ, ദാക്ഷായിണി വേലായുധൻ, AK മേനോൻ, KTM അഹമ്മദ് ഇബ്രാഹിം, B പോക്കർ സാഹിബ് ബഹദൂർ, മുഹമ്മദ് ഇസ്മായിൽ സാഹിബ്, P കുഞ്ഞിരാമൻ, K മാധവമേനോൻ, അബ്ദുൾ സത്താർ ഹാജി എന്നിവരും യുണൈറ്റഡ് പ്രൊവിൻസിൻ്റെ ഭാഗമായി ജോൺ മത്തായിയുമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയെക്കുറിച്ച് ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഓരോന്നും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് കൂടി ഉൾപ്പെടുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.